ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു മർമ്മമാണ്. പ്രത്യേകാൽ എല്ലാ ബിസിനസ്സുകാരും തങ്ങളുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും. ലോകപ്രകാരമുള്ള എല്ലാ ബിസിനസ്സുകാരും അവരുടെ സക്സസ്സിന് പിന്നിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട റീസണാണ് അവർ കൺസിസ്റ്റൻ്റ് ആയിരുന്നു, അവർ ഡിസിപ്ലിൻ ആയിരുന്നു എന്നുള്ളത്. ഈ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ജീവിതത്തിൽ ഇല്ലാത്ത ബിസിനസ്സുകാർ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ബിസിനസ്സിൽ മാത്രമല്ല, ഇവൻ മിനിസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ പോലും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വിജയിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് വളർന്നു കയറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും വേണം. നിങ്ങൾ നോഹയുടെ കാര്യം എടുത്തേ. നോഹ ഒരു പെട്ടകം പണിയുകയാണ്. നോഹയ്ക്ക് തോന്നുന്ന ദിവസം തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് തോന്നുന്ന പോലെയല്ല നോഹ പെട്ടകം പണിത്. കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ടൈം ബൗണ്ടിൽ എല്ലാ ദിവസവും എന്ന നിലയ്ക്ക്, ചിലപ്പോൾ 24 hours വർക്ക് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയ്ക്കാണ് നോഹ വാസ്തവത്തിൽ പെട്ടകമാണ് തീർത്തത്. അത് കാണിക്കുന്ന എന്താ? അവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു, അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ നമ്മുടെ മോശയുടെ യാത്ര നോക്കിയാൽ, ജോഷുവയുടെ ഈ യുദ്ധങ്ങൾ നോക്കിയാൽ, ഇവിടെയെല്ലാം ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ഉണ്ടായിരുന്നു. എരിഹോ മതിൽ ഇടിഞ്ഞ് താഴുന്ന സമയത്ത് 6 പ്രാവശ്യം നടന്നിട്ട് അവർ നിർത്തിപ്പോയില്ല. ദേ വർ ഡിസിപ്ലിൻ, ദേ വർ കൺസിസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് അവർക്ക് വാസ്തവത്തിൽ ആ കനാൻ ദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇനി യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും കാര്യം നോക്കി. യേശു അവരെ പഠിപ്പിച്ച ക്വാളിറ്റീസിൽ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും. യേശു ഒരിടത്തും പറഞ്ഞില്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നുന്നു ചെയ്യാം. യേശു പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഫെയ്ത്ത് വേണം, നിങ്ങൾക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത് യേശു പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പസ്തോലന്മാർ ടീച്ച് ചെയ്തിട്ടുണ്ട്. സോ ബിസിനസ്സിലും നമുക്ക് വേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ ബിസിനസ്സിൽ. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാട് എഴുതിയ ബൈബിളിൽ പോലും എല്ലാ മഹത്തായ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്താണ് പല വിജയങ്ങൾ നേടിയെടുത്തതെങ്കിൽ നമ്മൾ നിശ്ചയമായും എത്രയധികം അതിന് പ്രാധാന്യം കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു.